സംസ്ഥാനത്തെ 6 കോർപ്പറേഷനിലെയും 86 മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. കൊച്ചി, തൃശൂർ, കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകളാകും ഇത്തവണ മേയറാവുക. മുനിസിപ്പാലിറ്റികളിൽ 44 അധ്യക്ഷ സ്ഥാനങ്ങൾ വനിതകൾക്കും 6 എണ്ണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും 1 എണ്ണം പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-നും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30-നായിരിക്കും നടക്കുക. തിരുവനന്തപുരത്ത് നിന്ന് മാധുര രാധാകൃഷ്ണൻ, ഒപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് AT അശ്വതി, കോഴിക്കോട് നിന്ന് S വിനേഷ് കുമാർ എന്നിവരാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് മാധുര ചേരുകയാണ്. ആതിര, ഗുഡ് മോർണിംഗ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷ BJP വെച്ച് പുലർത്തിയ തലസ്ഥാന നഗരി എന്തായാലും BJPയുടെ കൈപ്പിടിയിലായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ കേവല ഭൂരിപക്ഷം, അതായത് 51 എന്നുള്ള മാന്ത്രിക സംഖ്യ അവർക്ക് എത്താനും കഴിഞ്ഞിട്ടുണ്ട്. എത്ര ആത്മവിശ്വാസത്തിലാണ് BJP? അത് മാത്രമല്ല, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണല്ലോ തിരുവനന്തപുരം. തീർച്ചയായും ലിജിൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വരെ നമുക്ക് ആരായിരുന്നു, ഇന്നലെ ഒരു ഏകദേശം ഉച്ച വരെ ആരാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ സ്ഥാനാർത്ഥി എന്നത് ഒരു സസ്പെൻസായി തുടരുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് VV രാജേഷാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് BJPയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഏതായാലും VV രാജേഷ് മേയർ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് ആശാനാഥാണ് മത്സരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30-ഓടുകൂടിയായിരിക്കും ഈ മേയർ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക. ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷം ആയിരിക്കും ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് ഏതായാലും ഉണ്ടാകുക. BJP ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. കാരണം 51 എന്നുള്ള ആ മാന്ത്രിക സംഖ്യ, ലിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മാന്ത്രിക സംഖ്യ BJPക്ക് ഏതായാലും നേടാൻ സാധിച്ചിട്ടുണ്ട്. 2 സ്വതന്ത്രരായിരുന്നു ഉണ്ടായിരുന്നത്, നിർണായകമാകുന്ന 2 സ്വതന്ത്രൻ. അതിൽ പാറ്റൂർ രാധാകൃഷ്ണൻ BJPക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതോടെ 51 എന്നുള്ള കേവല ഭൂരിപക്ഷം BJP മറികടന്നിരിക്കുകയാണ്. ഏതായാലും നിലവിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP കൗൺസിലർമാരും പ്രവർത്തകരും എല്ലാം തന്നെ ഉള്ളത്. ഇന്ന് ഏകദേശം രാവിലെ 10:30-ക്ക് ശേഷം മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP പാർട്ടി നേതൃത്വത്തിനൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസമാണ് ഉള്ളത്. അതേസമയം LDF-ഉം UDF-ഉം മത്സര രംഗത്തുണ്ട്. LDF-ന്റെ RP ശിവജിയും അതുപോലെ തന്നെ UDF-ന്റെ K ശബരിനാഥനും മേയർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നുണ്ട്. നിലവിൽ ഏതായാലും ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് തിരുവനന്തപുരത്ത് മേയർ ആര് എന്നത് സംബന്ധിച്ച് മേയർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുക്കുന്നത്. ഏതായാലും ഇന്ന് 10:30-ഓടുകൂടിയായിരിക്കും ഈ മേയർ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. തീർച്ചയായിട്ടും എന്തായാലും വലിയ പ്രതീക്ഷയോടെ BJP നോക്കിക്കണ്ട അല്ലെങ്കിൽ കാത്തിരുന്ന ഒരു സ്ഥലം കൂടിയാണ് തലസ്ഥാന നഗരി. അതെന്തായാലും അവർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.